ഹായ് ഫ്രണ്ട്സ്, എല്ലാവർക്കും നമസ്കാരം. വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. ഇന്ന് ഞാൻ വന്നിരിക്കുന്നത് സോപ്പ് മേക്കിംഗ് വീഡിയോ ആയിട്ടാണ്. ആര്യവേപ്പും കസ്തൂരി മഞ്ഞളും ഉപയോഗിച്ചാണ് ഈ സോപ്പ് ഉണ്ടാക്കിയിരിക്കുന്നത്. ഇതിനുവേണ്ടി ഞാൻ 15 തണ്ടോളം ആര്യവേപ്പ് എടുത്തിട്ടുണ്ട്. 2 കസ്തൂരി മഞ്ഞളും ഒരു ചെറിയ കഷ്ണം കറ്റാർവാഴയും എടുത്തിട്ടുണ്ട്. പിന്നെ കുറച്ച് ഇൻഗ്രീഡിയൻസ് കൂടെ ചേർക്കുന്നുണ്ട്. റോസ് വാട്ടറും ഗ്ലിസറിനും മണത്തിന് വേണ്ടി ഫ്രാഗ്രൻസ് ഓയിലും ചേർക്കുന്നുണ്ട്. ഏകദേശം 500 ഗ്രാം സോപ്പ് പീസ് ഞാൻ എടുത്തിട്ടുണ്ട്. ഇത് ചെറിയ കഷ്ണങ്ങളായിട്ട് മുറിച്ചെടുക്കാം. പെട്ടെന്ന് മെൽറ്റായി കിട്ടാനായിട്ടാണ് ഇങ്ങനെ ചെറിയ കഷ്ണങ്ങളായിട്ട് മുറിച്ചെടുക്കുന്നത്. ഇത് ഡബിൾ ബോയിലിംഗ് മെത്തേഡിലാണ് മെൽറ്റ് ചെയ്തെടുക്കേണ്ടത്. ഒരു ചീനിച്ചട്ടി അടുപ്പത്ത് വെച്ച് അതിൽ ഞാൻ വെള്ളം ചൂടാക്കാൻ വെച്ചിട്ടുണ്ടായിരുന്നു. അതിന് മീതെ ഒരു പാൻ വെച്ചിട്ടുണ്ട്. വെള്ളം തിളച്ചതിന് ശേഷം അരിഞ്ഞു വെച്ചിരിക്കുന്ന സോപ്പ് പീസ് എല്ലാം പാനിലേക്ക് ഇടാം. ഇത് അവിടെ നിന്ന് മെൽറ്റാകട്ടെ. ഇടയ്ക്കിടയ്ക്ക് ഇളക്കി കൊടുത്താൽ മതി. ആ സമയത്ത് ഇനിയുള്ള കാര്യങ്ങളെല്ലാം ചെയ്യാം. ആര്യവേപ്പിൻ്റെ ഇലകളെല്ലാം അടർത്തിയതിന് ശേഷം നന്നായിട്ട് കഴുകിയെടുക്കുക. അതിൽ പ്രാണികളൊക്കെ വന്നിരിക്കാൻ സാധ്യതയുണ്ട്. ഇതൊരു മിക്സിയുടെ ജാറിലേക്ക് മാറ്റാം. ഇതിലേക്ക് കറ്റാർവാഴയുടെ ഉള്ളിലുള്ള പൾപ്പും ചേർക്കാം. കറ്റാർവാഴ ചേർക്കണമെന്ന് നിർബന്ധമൊന്നുമില്ല, വീട്ടിലുള്ളത് കൊണ്ടാണ് ഞാൻ ചേർത്തത്. കസ്തൂരി മഞ്ഞൾ ചെറിയ കഷ്ണങ്ങളായിട്ട് അരിഞ്ഞെടുക്കണമെങ്കിൽ പെട്ടെന്ന് അരച്ചെടുക്കാൻ പറ്റും. ഒട്ടും വെള്ളം ചേർക്കാണ്ട് മിക്സിയിൽ ഇത് അടിച്ചെടുക്കാം. അതിനുശേഷം ഇത് അരിപ്പയിൽ അരിച്ചെടുക്കാം. കൈകൊണ്ട് ഇങ്ങനെ പിഴിയണമെങ്കിൽ ഇതിൻ്റെ എല്ലാ സത്തും കിട്ടും. ഇതിലേക്ക് കുറച്ച് ഇൻഗ്രീഡിയൻസ് ആഡ് ചെയ്യാം. 1 ടീസ്പൂൺ വെജിറ്റബിൾ ഗ്ലിസറിൻ ആഡ് ചെയ്യാം. ജനം 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 साथ चलना ही कसम तुम्हें कसम आके मिलना यही एक जाने पले दो बदन हो गया मेरे होके हमेशा ही रहना कभी न कहना अलविदा मेरी जुबान हो तुम ही शाम हो तुम दर्द हो तुम ही आराम हो मेरी जुबान हो सयाती ही बस ये सदा होके हमेशा ही रहना कभी न कहना अलविदा. ഇടയ്ക്കൊരു പാട്ട് കേട്ടില്ലേ? ഇതെൻ്റെ മോൻ അടുക്കളയിലേക്ക് വന്നപ്പോൾ പാടിയതാണ്. ഇത് ഡിലീറ്റ് ചെയ്ത് കളഞ്ഞില്ലെന്ന് പറഞ്ഞാൽ അവനെന്നെ തല്ലിക്കൊല്ലും. മൊത്തം അവൻ ഡിലീറ്റ് ചെയ്ത് കളയും. അവൻ്റെ കുറേ പാട്ടുകളൊക്കെ പാട്ടും ഡാൻസൊക്കെ നേരത്തെ ഇട്ടിട്ടുണ്ടായിരുന്നു. എൻ്റെ കോളേജിലെ പിള്ളേർ കണ്ടെന്നും പറഞ്ഞ് അവൻ കോളേജിൽ വെച്ച് തന്നെ എല്ലാം എന്നെക്കൊണ്ട് ഡിലീറ്റ് ചെയ്യിപ്പിച്ച് കളഞ്ഞ്. സോപ്പ് ബേസ് എല്ലാം അലിഞ്ഞ് ചേർന്നിട്ടുണ്ടായിരുന്നു. അതിലേക്ക് ആര്യവേപ്പും മഞ്ഞളും ഒക്കെ കൂടി അരച്ച അതിൻ്റെ ജ്യൂസ് ചേർത്ത് അതിലേക്ക് 1 ടീസ്പൂൺ വീതം വെജിറ്റബിൾ ഗ്ലിസറിനും 1 ടീസ്പൂൺ വീതം റോസ് വാട്ടറും ചേർത്ത് ഏറ്റവും അവസാനം മണത്തിന് വേണ്ടി ഫ്രാഗ്രൻസ് ഓയിൽ ചേർക്കാം. ഞാനൊരു 10-12 തുള്ളി ഫ്രാഗ്രൻസ് ഓയിൽ ചേർത്തിട്ടുണ്ട്. ഇനി ഗ്യാസ് ഓഫ് ചെയ്യാം. ഇതിനി ചൂടോടെ തന്നെ മോൾഡിലേക്ക് മാറ്റാം. വീട്ടിലില്ലാത്ത 2 സാധനങ്ങളാണ് ആര്യവേപ്പും കസ്തൂരി മഞ്ഞളും. ആര്യവേപ്പ് പഴയ വീട്ടിലുണ്ടായിരുന്നു, അവിടെ നിന്ന് എടുത്താണ്. കസ്തൂരി മഞ്ഞൾ ആയുർവേദ കടയിൽ നിന്ന് മേടിച്ചതാണ്. ഞാനിവിടെ കൊണ്ടുവന്നിട്ട് കുഴിച്ചിട്ട് നോക്കി, അത് മുളക്കണമൊന്നുമില്ല. പിന്നെ അതിൽ നിന്ന് എടുത്തതിന് ശേഷമാണ് ഞാൻ ഈ സോപ്പ് ഉണ്ടാക്കിയത്. എനിക്ക് 500 ഗ്രാം സോപ്പ് പീസ് വെച്ച് 5 സോപ്പാണ് കിട്ടിയിരിക്കുന്നത്. അപ്പോൾ ഓരോന്നും 100 ഗ്രാം വീതമുണ്ട്. ഞാൻ ഈ വീഡിയോ എഡിറ്റ് ചെയ്യുന്നതിന് മുൻപ് തന്നെ എൻ്റെ സോപ്പെല്ലാം വിറ്റ് തീർന്നു. ഒരു സോപ്പ് മാത്രം മാറ്റി വെച്ച്. മോനിത് ഭയങ്കര ഇഷ്ടമാണ്. 5 മണിക്കൂറിന് ശേഷം സോപ്പ് ബേസിൽ നിന്നും എടുക്കാവുന്നതാണ്. ഇതിൽ ഞാൻ കളറൊന്നും ആഡ് ചെയ്തിട്ടില്ല. കസ്തൂരി മഞ്ഞളുടെ മഞ്ഞ കളറും ആര്യവേപ്പിൻ്റെ പച്ചക്കളറും കൂടി കൂടിയ ഒരു കളറാണിത്. ആര്യവേപ്പിൻ്റെയും കസ്തൂരി മഞ്ഞളുടെയൊക്കെ ഗുണം എല്ലാവർക്കും തന്നെ അറിയാവുന്നതാണ്. അതുകൊണ്ട് ഞാൻ ഇതിനെക്കുറിച്ചൊന്നും പറയുന്നില്ല. എൻ്റെ വീഡിയോ ഇവിടെ പൂർണ്ണമാവുകയാണ്. അടുത്തൊരു വീഡിയോ ഇട്ട് വരുന്നതുവരെ എല്ലാവർക്കും നന്ദി, നമസ്കാരം.